സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ സുഹൃത്തും അനുഗാമിയുമായിരുന്ന ലാസർ മരിച്ചപ്പോൾ യേശു എത്താൻ വൈകിയെന്ന് അനേകർ കരുതി. യോഹന്നാൻ 12:32 വാക്യം. യേശു എത്തുന്നതിന് 4 ദിവസം മുമ്പേ തന്നെ ലാസറിന് കല്ലറ വെച്ചു. എങ്കിൽ ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് മനോവേദനയുടെ ആ സന്ദർഭത്തെ അവിടുന്ന് അത്ഭുതമാക്കി മാറ്റി. വാക്യം 3 കാണുവാനായിട്ട് സാധിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. വാക്യം 40. യേശു ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന പോലെ നമുക്കും അവനിൽ പുതുജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സ്വന്തം ജീവൻ ക്രൂശിയാഗമായി അർപ്പിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുകയും നാം അവിടുത്തെ കൃപാദാനം സ്വീകരിച്ചാൽ നമുക്ക് പാപക്ഷമ സാധ്യമാവുകയും ചെയ്യും. നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് ദാസ്യത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും അവിടുത്തെ നിത്യസ്നേഹത്താൽ ജീവിതം നവീകരിക്കപ്പെടുകയും നമ്മുടെ ജീവിതഗതി വ്യത്യാസപ്പെടുത്താൻ അവസരം നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചില്ല. അത്ഭുതകരമായ വിധത്തെപ്പറ്റി ചിന്തിക്കുക. മറ്റുള്ളവരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ചിലപ്പോഴെങ്കിലും അവിടുന്ന് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ യഥാർത്ഥത്തെ ഞാൻ വേണ്ടപോലെ ഉൾക്കൊള്ളാതെ പോകുന്നുണ്ടെന്ന് തള്ളിക്കളയാതിരിക്കുന്നതിന് നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.